ദേവസ്വം മന്ത്രി ആയിരുന്ന, ഇപ്പോഴല്ല കഴിഞ്ഞ തവണ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലം CPM-ന് വേണ്ടി, കേന്ദ്രമന്ത്രിയായിരുന്ന V. മുരളീധരൻ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്ന മണ്ഡലം. ഈ രണ്ട് പേർ തമ്മിൽ നടക്കുന്ന മത്സരം ഇപ്പോൾ വളരെയധികം ശ്രദ്ധയിൽ വരുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ 2 തവണ തുടർച്ചയായി ജയിച്ച ആളാണ്. മുമ്പ് ഒരിക്കൽ ജയിച്ചിട്ടുണ്ട്, പിന്നെ തോറ്റിട്ടുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം 3ാമത് ജനവിധി തേടുകയാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷവും ഒക്കെ തന്നെ V. മുരളീധരനെ തന്നെയാണ് തോൽപ്പിച്ചത് ഇവിടെ. പക്ഷേ ഇത്തവണ കേരളത്തിൽ 3ഓ 4ഓ സീറ്റ് BJP-ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നായിട്ട് പരിഗണിക്കപ്പെടുന്ന, ഒരുപക്ഷെ തിരുവനന്തപുരത്തെ 2ാമത്തെ മണ്ഡലം, ഇവിടുത്തെ മത്സരം തീപാറുന്ന ഒന്നാണ്. അതിൽ കിട്ടക്കിട്ട തന്നെയാണ് മത്സരം. ചില സർവേകളിലൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും ടൈറ്റ് ഫൈറ്റായി നടക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് കഴക്കൂട്ടത്തെ കണ്ടിരിക്കുന്നത്. വിധി ആർക്കെന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ, ഒരു നാരോ എഡ്ജ് പോലും ആർക്കും ഇല്ലാത്ത തരത്തിൽ അത്രയും പുഷ്പമായി നടക്കുന്ന ഒരു മത്സരമാണ്. ഇവിടെ കൂട്ടം പലതുകൊണ്ടും കേരളം ഒട്ടുക്കും ശ്രദ്ധിക്കപ്പെട്ടിരുന്ന മണ്ഡലമാണ്. ഇന്നും അതേ അവസ്ഥയിൽ തന്നെയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ അവർക്ക് രാഷ്ട്രീയമായ വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ലെങ്കിൽ അതൊന്ന് തിരുത്തി കിട്ടാൻ വല്ലാതെ അവർ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഈ മണ്ഡലത്തിൽ നിന്നാണ്. അതിനെ പറ്റിയ അവർ കാണുന്ന ഒരു എതിരാളി എന്ന് പറയുന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. ഈ മണ്ഡലം മൊത്തത്തിൽ ഏകപക്ഷീയമായി ഇടതുപക്ഷ സ്വഭാവമുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം ശ്രീ M.A. വഹീദ് കോൺഗ്രസിനെ തന്നെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി മത്സരിച്ചു പോലും ഇവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇടതുപക്ഷ അനുകൂല മണ്ഡലമാണെന്ന് മൊത്തം പറയാൻ കഴിയത്തില്ലെങ്കിൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫോർമാറ്റ്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫോർമാറ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരാളെന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ശബരിമലയെ പോലുള്ള വിഷയങ്ങൾ ഇവിടെ വന്നപ്പോഴും അദ്ദേഹവും ഈ പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള മത്സരമാക്കി ഇതിനെ മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം ശബരിമലയുടെ കാര്യം CPM-നകത്ത് തന്നെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ച് വിജയം ഉണ്ടാകുകയും, എന്നാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM-ന് തിരിച്ചടി നേടുകയും ചെയ്യുന്നത് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തിപരമായി പാർട്ടിക്ക് അതീതമായി ഇവിടെ ഒരു സ്വാധീനമുണ്ട് എന്നതിന്റെ ഒരു തെളിവുകൂടിയായി നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശബരിമല വിഷയം ഒരു ഗൗരവതരമായ ചർച്ചാ വിഷയമാക്കുമ്പോഴും കടകംപള്ളി സുരേന്ദ്രനും V. മുരളീധരനും തമ്മിലാണ് നേരിട്ടുള്ള മത്സരം എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാകണമെങ്കിൽ സ്വാഭാവികമായി ന്യൂനപക്ഷ വിഭാഗം ഈ പ്രശ്നത്തെ ഗൗരവതരമായി ശ്രീ V. മുരളീധരനെതിരായി കാണേണ്ടതുണ്ട്. V. മുരളീധരൻ അത്ര ചെറിയ ആളല്ല.